നമ്മളുടെ ഇന്നത്തെ പരിപാടി വണ്ടി PPF ചെയ്യാനുണ്ട്. സോ PPF ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട്, നമ്മളുടെ കൂടെ CB650 എടുത്തൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. സോ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. സോ നമ്മളിപ്പോ നേരെ പോവുകയാണ്, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. മെയിൻ ആയിട്ട് വണ്ടിയിലുണ്ടല്ലോ കുറെ മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ വരുന്നുണ്ട്. അറിയാലോ, വണ്ടിയിലൊരു ചെറിയ സ്ക്രാച്ച് വീണാൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ വിചാരിച്ചത് പിന്നെ PPF ചെയ്യാമെന്ന്. PPF ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് ശരിക്കും. സോ എല്ലാരും പറയുന്നത് PPF ഇപ്പൊ ചെയ്യുന്നത് എന്തിനാ, PPF ചെയ്യുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് റീപെയിന്റ് ചെയ്യാലോന്ന്. ചെറിയ ബഡ്ജറ്റിനൊക്കെ തീരുന്ന വണ്ടികൾക്ക് ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ പെയിന്റ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല ലെവൽ പെയിന്റ് ക്വാളിറ്റി അല്ലേ. സോ അത് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഇപ്പൊ കിട്ടിയത് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. സോ അത്രേ ഞാനും ഓർക്കുന്നുള്ളൂ PPF വെച്ചിട്ട്. ചേരാനെല്ലൂർ സിഗ്നലിന് അടുത്താണ് PPF ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, വണ്ടി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ CB650. ഹലോ നമ്മളാണോ വിളിച്ചത്? ആ ഓക്കെ. വേറൊന്നുമില്ലെങ്കിൽ പണി കുഴപ്പമില്ല. മര്യാദക്ക് ക്ലിയർ ആക്കി സെറ്റ് ചെയ്താൽ മതി. കുഴപ്പമില്ല. വണ്ടിയുടെ PPF കഴിഞ്ഞിരിക്കുകയാണ്. വണ്ടിയുടെ ഇതാണ് ഒരു ഓവറോൾ ലുക്ക്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇവിടെ കൂടെ വന്ന CB650 കുറച്ച് നേരത്തെ ഇറക്കി പോയായിരുന്നു. സോ ഓവറോൾ കുഴപ്പമില്ല. 7 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ നമ്മളുടെ ഒരു സെറ്റപ്പ് ഉണ്ട്, ചെക്കപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും കൊണ്ടുവരാം. സോ അത്രേ ഉള്ളൂ. നമുക്ക് വണ്ടി കുറച്ചു നേരം ഒന്ന് ഐഡില് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി. മെയിനായിട്ട് ഈ മീറ്റർ കൺസോളില് ഇത്രയും നാൾ മറ്റേ ആ കവർ വെച്ച് കണ്ടിട്ട് ഇപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ നമ്മൾ ഇറങ്ങുവാണ്. സോ ഇന്ന് ഇവർക്ക് ഇവിടെ സൺഡേ ആണ്, ബട്ട് സ്റ്റിൽ അവര് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തന്നു. പോട്ടെപ്പോ. സോ ഞാൻ ഈ ചെയ്ത വർക്ക് ഫീനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. സോ അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ്. ഇതാണ് സ്ഥലം. സോ നമ്മളെ വർക്ക് കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുവാണ്. സോ ഇതിന്റെ മെയിന്റനൻസ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ 7 to 10 ഡേയ്സിനുള്ളിൽ ഒന്നുകൂടി കൊണ്ടുവരണം. അതായത് ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്ന് പീൽ ഓഫ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അവർ ചേഞ്ച് ചെയ്ത് പിന്നെയും ഒന്നും കൂടി സെറ്റ് ചെയ്ത് തരും. സോ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കംഫർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ ടൈം അനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ മതി. സോ ഇവര് വർക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല്, ഞാൻ സാറ്റർഡേ മോർണിംഗ് ആണ് ഞങ്ങൾ 2 വണ്ടി കൊണ്ട് കൊടുക്കുന്നത്. സാറ്റർഡേ തന്നെ തരാമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ബട്ട് അഫ്കോഴ്സ് അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. സോ സാറ്റർഡേ ഫുൾ ഡേ നിന്നിട്ടാണ് അവർ വർക്ക് ചെയ്തതെന്നാ പറഞ്ഞത്. സാറ്റർഡേ ഈവനിങ് ആയപ്പോഴേക്കും CB650യുടെ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആവാൻ പിന്നെയും നെക്സ്റ്റ് ഡേ എനിക്കൊരു
ഇന്നലെ നൈറ്റ് ഒരു 12:30 അവരുടെ മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. വർക്ക് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പൊ രാവിലെ ഇത്തിരി ലേറ്റ് ആയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതനുസരിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് അവിടുന്ന്. സോ നമ്മളെ വണ്ടി ഇപ്പൊ ടോട്ടല് 513 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഇത് നല്ലൊരു വെയിലത്ത് വെച്ചിട്ട് PPF ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് നല്ലോണം വെയിൽ കൊള്ളിച്ചോളാനാ പറഞ്ഞിരിക്കുന്നത്. അതായത് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ വെയില് കൊണ്ടിട്ട് അത് സെൽഫ് ഹീൽ ആയിക്കോളും. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെയിൽ കൊള്ളിച്ചേക്കാൻ ആണ് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്റെ അടുത്ത്. സോ വെയിൽ കൊള്ളിക്കാനായിട്ട് വേറെ വഴിയില്ല, നമ്മൾ റൈഡ് പോകുന്നു, വെയിൽ കൊള്ളുന്നു. ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ ഫുൾ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് തരാം കേട്ടോ.